ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു പ്രൊമോ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാൻ ആ ഒരു പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. വലിയൊരു അപകടം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഇന്നത്തെ പ്രൊമോയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ലൊരു എപ്പിസോഡാണ്. നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് കാത്തിരുന്ന കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അർജുൻ അഞ്ജലിയും കൊണ്ട് വീട്ടിലെത്തി, ശംഖുചക്രത്തിലെത്തി. ആദ്യം അനുപമയാണ് അർജുൻ അഞ്ജലിയും കൊണ്ട് വരുന്നത് കാണുന്നത്. അനുപമ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് നോക്കിയെങ്കിലും അതൊന്നും വർക്കൗട്ടായില്ല. നമ്മുടെ അർജുനാണെങ്കിൽ അഞ്ജലിയും കൊണ്ട് ഈ വീട്ടിൽ കയറിയേ പറ്റൂ. അനുപമയോട് പറയുന്നുണ്ട്, ഏടത്തി എന്താണെങ്കിലും എനിക്ക് അഞ്ജലിയും കൊണ്ട് ഇവിടെ കയറിയേ പറ്റൂ. എനിക്കിപ്പോൾ പോകാൻ വേറെ വഴികളൊന്നുമില്ല. അത് തന്നെയാണ് എൻ്റെ തീരുമാനം. രണ്ടിലൊന്നും അറിയാതെ ഞാൻ എങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ല. അനുപമയ്ക്ക് മനസ്സിലായി ഇനി നമ്പറൊന്നും നടക്കത്തില്ല എന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള ഈ സംസാരം അകത്തെല്ലാവരും കാണുകയും പുറത്തേക്ക് വരും. നന്ദിനിയാണ് ആദ്യം പുറത്തേക്ക് അനുപമയ്ക്ക് ശേഷം വരുന്നത്. ഈ ഒരു സംഭവം ഓൾറെഡി മുകുന്ദൻ്റെ ഭാര്യ പിന്നീട് കാണുകയും നന്ദിനിയോട് പോയി പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓടിപ്പാഞ്ഞ് നന്ദിനി എത്തും. നന്ദിനി എന്നിട്ട് നമ്മുടെ അർജുനോട് പൊട്ടിത്തെറിക്കുകയാണ്. അർജുൻ, നിനക്ക് ഇത്രയും വലിയ ധൈര്യം എവിടുന്ന് വന്നു? നിൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അഡ്വക്കേറ്റ് അഞ്ജലിയെ നീ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. നിനക്ക് നാണമില്ലേ അർജുൻ? വേഗം ഇവളെയും കൊണ്ട് പോകാനായിട്ട് നോക്കുക. നിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. വേഗം കൊണ്ടുപോക്കുക ഇവളെ. അർജുൻ പറയും, ഇല്ല, എനിക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് ഇവളെ എനിക്ക് വേറെ എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നന്ദിനി ഒരു രീതിയിലും വിട്ടുകൊടുക്കില്ല എന്ന് നന്ദിനി പറയും. അവളെയും കൊണ്ട് വേഗം പോകാനായിട്ട് നോക്ക്. നന്ദിനി എന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലടി? എൻ്റെ മോനെ തന്നെ നിനക്ക് കെട്ടാനായിട്ട് കിട്ടിയുള്ളൂ. നിനക്ക് പത്മ കേസ് വിജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ നീ എൻ്റെ മോനെ ട്രാപ്പിൽ പെടുത്തി ഈ ശംഖുചക്രത്തിൽ മരുമകളായിട്ട് വന്ന് കയറാനായിട്ട് നീ ചെയ്ത് കൂട്ടിയതല്ലേ ഇതെല്ലാം. ഈ ഒരു സമയത്ത് മുകുന്ദൻ്റെ ഭാര്യയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനെയല്ലേ വരുള്ളൂ. കുപ്പത്തൊട്ടിയിലുള്ളവർക്ക് മണിമാളികയിൽ കയറണം. ഇവിടെ ഓൾറെഡി ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ അനീതിയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ വരൂ. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നന്ദിനിയും മുകുന്ദൻ്റെ ഭാര്യയൊക്കെ കിടന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മുടെ അഞ്ജലി വേദനിക്കുന്നുണ്ട്. അവസാനമാണ് അഞ്ജലി ഗതി കെട്ടിട്ട് ആ ഒരു അവസ്ഥയിൽ ആദ്യം കുറച്ചു നേരം അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കും. ആ ഒരു ഷോക്കിൽ നിന്നും അഞ്ജലി മുക്തയായിട്ടില്ല ആ ഒരു സമയം കേട്ടോ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നിർത്തിക്കോളൂ, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത് അർജുനോടാണ്. അർജുൻ, നിങ്ങളെന്നെ ചതിച്ചല്ലേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ ആരാണ് എന്ന് സത്യം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു കള്ള പേരിലല്ലേ എന്നെ പ്രണയിച്ചത്. നിങ്ങളുടെ ചതിൽ ഞാൻ വീണുപോയി. ഇനി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ് ഇയാളെന്ന്, അർജുനാണ് എന്നൊന്നും. ഈ ശംഖുചക്രത്തിലെ ഒരാളാണ് ഇയാൾ എന്നറിഞ്ഞ ഒരിക്കലും ഞാൻ ഈ പ്രണയച്ചതിയിൽ വീഴില്ലായിരുന്നു. ഒരിക്കലും ഈ ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഞാൻ നിൽക്കില്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ വന്ന് നിന്നുപോയി അറിയാതെ. എന്താണെങ്കിലും എല്ലാവരോടും മാപ്പ്. ഞാൻ പോകാൻ പോവുക. എനിക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വഴി നോക്കി പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി പോകുന്നൊരു സീനാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. കറക്റ്റ് ഈ ഒരു സമയത്ത് കുറുപ്പും കുറച്ച് സമയത്തിന് ശേഷം കുറുപ്പ് അവിടെ വരുന്നുണ്ട്. അഞ്ജലി പോയപ്പോൾ ഒരുപാട് നമ്മുടെ അർജുൻ ട്രൈ ചെയ്യുന്നുണ്ട് അഞ്ജലിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ കാര്യങ്ങളൊന്നും അഞ്ജലി ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അഞ്ജലി കാരണം അത്രയധികം നമ്മുടെ അഞ്ജലി വേദനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അങ്ങനെ അഞ്ജലി പോകുന്നൊരു സീൻ കണ്ടു. പിന്നീട് കുറുപ്പ് വന്നു. കുറുപ്പ് ചെന്നിട്ട് രാഘവനോട് കാര്യങ്ങൾ പറയും. എടോ, അന്ന് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അർജുനെ പ്രണയിക്കുന്നത് അഡ്വക്കേറ്റ് അഞ്ജലിയാണ്. ഈ ഒരു സംഭവം കേൾക്കുന്നതിനും രാഘവൻ ഞെട്ടി നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് വന്ന പ്രൊമോയിൽ ഒരു വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ് എന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറയുകയാണ്. നമുക്കറിയാം, അഞ്ജലിക്ക് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റത്തില്ല, അർജുൻ്റെ കൂടെ വരാനും പറ്റത്തില്ല. കാരണം അർജുൻ തന്നെ ചതിച്ചു എന്നൊരു മനസ്സാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഉള്ളിലുള്ളത്. ആ ഒരു മുറിവ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനായിട്ടൊന്നും നമ്മുടെ അഞ്ജലിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ
എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം അഞ്ജലി എന്തെങ്കിലും അരുതാത്ത കാര്യം ചെയ്തു വെക്കുമോ എന്നുള്ളതാണ്. കാരണം അങ്ങനെയൊരു മാനസിക അവസ്ഥയിലാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി ഉള്ളത്. നമുക്കറിയാം, ഇന്ന് വന്ന പ്രൊമോയിൽ നമുക്കറിയാം ഒരു പാറക്കൂട്ടത്തിന് മുകളിലാണ് സ്ഥിരമായിട്ട് നമ്മുടെ അഞ്ജലി അർജുന് മീറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ അഞ്ജലി ഉള്ളത്. ഒരു പക്ഷേ ആ ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ അഞ്ജലി എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ അർജുൻ മിക്കവാറും രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെ സംഭവം നടക്കും, അതെല്ലാം ഉറപ്പാണ്. പക്ഷേ വേറൊരു കാര്യം പ്രൊമോയിൽ കാട്ടുന്നുണ്ട്. നമ്മുടെ അർജുൻ അവിടെ ചെല്ലുന്നു, അഞ്ജലിയെ കാണുന്നു. അതിനുശേഷം അഞ്ജലിയോട് പറയുന്നുണ്ട്, അഞ്ജലി എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ അഞ്ജലിയോട് ചെയ്തു. ഞാൻ പല കാര്യങ്ങളും അഞ്ജലിയിൽ നിന്ന് മറച്ചു വെച്ചു. അതിന് എൻ്റേതായ പല കാരണങ്ങളുമുണ്ട്. ഈ ഒരു സമയത്ത് അഞ്ജലിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അഞ്ജലി എൻ്റെ കൂടെ വരണം, ശംഖചക്രത്തിലേക്ക് അഞ്ജലി വരണം. പിന്നീട് ഞാൻ അഞ്ജലിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. എന്നെ ഒന്ന് വിശ്വസിക്കുക അഞ്ജലി. ഇത്രയും കാലം ഞാൻ അഞ്ജലിയോട് കാണിച്ചൊരു സ്നേഹമുണ്ടല്ലോ, അതൊരിക്കലും ഒരു ചതിയും വഞ്ചനയൊന്നുമല്ല. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഞാൻ അഞ്ജലിയോട് കാണിച്ചിട്ടുള്ളത്. ഒരിക്കലും അനുപമയുടെ ഏടത്തിയുടെ അനീതിയാണ് അഞ്ജലി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരിക്കലും തുറന്നു പറയാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടില്ല ഞാൻ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ് എന്ന്. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്ത തെറ്റുകളല്ല, എന്നോട് ക്ഷമിക്കൂ. അഞ്ജലി എൻ്റെ കൂടെ വരണം, ശംഖചക്രത്തിലേക്ക് വരണം. എനിക്ക് അഞ്ജലി ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, എന്നെ ഒന്നും മനസ്സിലാക്കണം അഞ്ജലി. അങ്ങനെ അർജുൻ ഒരുപാട് നമ്മുടെ അഞ്ജലിയെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അർജുൻ കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോഴും നമ്മുടെ അഞ്ജലി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊമോയിൽ കണ്ടു. അഞ്ജലി പറയുന്നുണ്ട്, ഇത്രയധികം എന്നെ കബളിപ്പിച്ചിട്ട് സ്വന്തം പേര് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ച ഒരാളെ ഞാൻ ഇനിയും വിശ്വസിക്കണമെന്നാണോ താൻ പറയുന്നത്? അർജുനെ ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കും? ഇത്രയും കാലം ഞാനുമായിട്ട് ബന്ധം പുലർത്തിയിട്ട് ഞാനുമായിട്ട് ഒരുമിച്ച് നടന്നിട്ട് ഒരിക്കൽ പോലും അർജുന് കാര്യങ്ങളൊന്ന് തുറന്ന് പറയാനായിട്ടുള്ള മനസ്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ഒരു പക്ഷേ ഞാൻ വേദനിച്ചേക്കാം, വെറുത്തേക്കാം. പക്ഷേ ഞാനത് ഉറപ്പായിട്ടും ക്ഷമിച്ചേനെ. പക്ഷേ അർജുൻ ഇത്രയധികം ചെയ്തു വെച്ചിട്ട് ഇനിയും ഞാൻ അർജുൻ പറയുന്നത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത് എന്ന് അഞ്ജലി ചോദിക്കും. അർജുൻ പറയും, വിശ്വസിക്കണം. ഒരു തവണ കൂടി എനിക്കൊരു അവസരം തരണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അഞ്ജലി. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അഞ്ജലി എൻ്റെ കൂടെ വരണം, ശംഖചക്രത്തിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ അർജുൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അഞ്ജലി എന്താണെങ്കിലും ഒരു വട്ടം കൂടി അർജുൻ്റെ കൂടെ ചെല്ലും. അഞ്ജലി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. അഞ്ജലിക്ക് വേണ്ടി എന്തെല്ലാം നമ്മുടെ അർജുൻ ചെയ്തിരിക്കുന്നു, അതിലൊന്നും ആത്മാർത്ഥതയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് അഞ്ജലിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കേണ്ടത്. താൻ വിശ്വസിക്കുന്ന ഒരു ദൈവങ്ങളും തന്നെ ചതിക്കില്ല എന്ന്. ഇപ്പോൾ വേദനിക്കുമ്പോൾ അർജുന് പല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ അഞ്ജലി വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അഞ്ജലിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അർജുൻ എന്താണെങ്കിലും തന്നെ അങ്ങനെ ചതിക്കില്ല എന്നൊരു കാര്യം. അങ്ങനെ അർജുൻ്റെ കൂടെ നമ്മുടെ അഞ്ജലി തിരിച്ച് കൂടെ ചെല്ലും, ശംഖചക്രത്തിലേക്ക് ചെല്ലും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. രാവിലെ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.